നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തട്ടിപ്പ് വീരന്മാർ പ്രവാസികളെ കെണിയിൽ വീഴ്ത്തുകയാണ്. കുവൈത്തിലേക്ക് വിമാന കമ്പനികളുടെ നിരക്കിന്റെ പകുതി തുകയ്ക്ക് ടിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞ് വ്യാജ ട്രാവൽ ഏജൻസിയുടെ പേരിലാണ് തട്ടിപ്പ്. ഒരു ജാർഖണ്ഡ് സ്വദേശിക്കും 3 കോഴിക്കോട്ടുകാർക്കും പണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ടിക്കറ്റിന് മുൻകൂറായി നൽകിയ 89,333 രൂപ ഇവർക്ക് നഷ്ടമായിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ പണം വാങ്ങിയയാൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്ക് 1 ലക്ഷം രൂപ വിമാന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുണ്ട്. എന്നാൽ 45,000 രൂപയ്ക്ക് ടിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞാണ് ഡൽഹി ആസ്ഥാനമായുള്ള ട്രാവൽസിന്റെ മലപ്പുറം നിലമ്പൂരിലെ പ്രതിനിധിയെന്ന് പരിചയപ്പെടുത്തിയ ആൾ വഞ്ചിച്ചതെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ പരാതിയിൽ പറയുന്നു. തട്ടിപ്പിന് ഇരയായത് എങ്ങനെയാണെന്നും ഇവർ പറയുന്നുണ്ട്. കുവൈത്തിലേക്ക് കൊച്ചിയിൽ നിന്ന് സെപ്റ്റംബർ 28-ന് ചാർട്ടേഡ് വിമാന സർവീസ് ഉണ്ടെന്ന വാട്സാപ്പ് സന്ദേശം കണ്ടാണ് അതിലെ നമ്പറിലേക്ക് ബന്ധപ്പെട്ടതെന്നാണ് പരാതിക്കാരനായ കോഴിക്കോട് സ്വദേശി പറയുന്നത്. ജസീറ എയർലൈൻസിന്റെ 40 ടിക്കറ്റുകൾ തങ്ങൾ വാങ്ങിയെന്നും 4 എണ്ണം ബാക്കിയുണ്ട്, ഉടൻ പണമടച്ചാൽ നൽകാമെന്നുമായിരുന്നു പറഞ്ഞത്. എയർവേസുമായി ബന്ധപ്പെട്ട് 28-ന് വിമാന സർവീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അഡ്വാൻസ് തുക നൽകിയത്. പക്ഷേ 25-ന് ടിക്കറ്റിനായി വീണ്ടും ഇവരെ ബന്ധപ്പെട്ടപ്പോൾ ബാക്കി തുക കൂടി വേണമെന്ന് ഇവർ പറഞ്ഞു. ഇനി പണം നൽകണമെങ്കിൽ ആധാർ കാർഡ് അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്ന് നിലമ്പൂരിലെ സുഹൃത്തുക്കൾ വഴി നടത്തിയ അന്വേഷണത്തിൽ ഇവിടെ അങ്ങനെയൊരു ട്രാവൽ ഏജൻസി തന്നെ ഇല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ഒരു വിലാസം പറഞ്ഞു കൊടുത്തെങ്കിലും ആ വിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരു ആളില്ലെന്നും കണ്ടെത്തുകയായിരുന്നു. അയാളുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടവരോടെല്ലാം 3 ടിക്കറ്റ് ബാക്കിയുണ്ട്, പണം ഉടൻ നൽകിയാൽ ടിക്കറ്റ് നൽകാമെന്ന മറുപടിയാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാവുമെന്നാണ് സംശയം. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പന്നിയങ്കര പോലീസ് പറഞ്ഞു. എന്തായാലും ഇത്തരം തട്ടിപ്പ് വീരന്മാരുടെ കെണിയിൽ പ്രവാസികൾ അകപ്പെടാതിരിക്കാൻ നോക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.